ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LGSന്റെ നമുക്കറിയാം 2 ഫേസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കോമൺ ടോപ്പിക്സ് വരുന്നുണ്ട്. അതേപോലെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സയൻസ് മാത്രമാണ്. സയൻസിൻ്റെ കറണ്ട് അഫയേഴ്സ് അല്ല പറയുന്നത്, സയൻസിൻ്റെ അല്ലാത്ത ടെക്സ്റ്റ് ബുക്ക് ഫാക്ട്സും അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ എങ്കിലും ഒന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ്, ഈ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സോഴ്സ്, നമുക്ക് അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയണം. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് 2 പരീക്ഷകൾക്കും ഒരേപോലെ ചോദിക്കുന്ന ഫാക്ട്സ് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ വേരിയേഷൻ, പക്ഷേ എങ്കിലും എന്താണ്, അടുത്ത പരീക്ഷയ്ക്കും അതേ ഒരു ക്വസ്റ്റ്യൻ, അതേ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ്, അയ്യോ ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടിയേനെ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. അതും കൂടി ഒന്ന് വായിച്ചിട്ട് വേണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നമുക്കറിയാം അത്യാവശ്യം സാധാരണ നമ്മുടെ ഒരു LGS ലെവലിൽ എക്സാംസ് അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല നിലവാരം എന്ന് പറയാൻ നല്ല രീതിക്ക് എക്സാം ടഫായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഒത്തിരി ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ചോദിക്കുന്നതെല്ലാം ഒരു LDC മെയിൻസ് ലെവലിലോട്ട് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അവർ മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്നവന് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. LGS എന്ന് പറയുമ്പോൾ സാധാരണ ഭയങ്കര എളുപ്പമായിരിക്കും എക്സാം, എന്തെങ്കിലും പഠിക്കുന്നവനും ഈസി ആയിട്ട് കയറി പോകുന്നതായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. നമ്മൾ എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മളൊരു LDCക്ക് പഠിക്കുന്ന ലെവലിൽ വേണം ഇനി മുതൽ LGSന് പഠിക്കാനെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ LDCക്ക് പഠിക്കുന്നവർ ഒരു ഡിഗ്രി ലെവലിൽ ഒരു കണക്കാക്കി വേണം, പഴയ ഒരു ഡിഗ്രി ലെവലിൽ കണക്കാക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മളൊരു LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2ാമത്തെ ഫേസിൽ നടന്നതാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ എന്താണ്. സോഡിയം ക്ലോറൈഡ് ആണ് ആൻസർ. നമുക്ക് എല്ലാവർക്കും അറിയാം സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ്. അപ്പൊ നമുക്കിത് പഠിക്കേണ്ടതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്ക്, കറിയുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദുപ്പ് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ദുപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. തുരിശിന്റെ രാസനാമം എന്താന്ന് ചോദിക്കാം, എന്താണ്, കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ തുരിശ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ പറയുന്ന രാസസൂത്രമായിരുന്നു. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് അത് ഏതോ ആയിരുന്നു, ഇതായിരുന്നു തോന്നുന്നു ചോദിക്കുന്നത്. അതായത് അപ്പക്കാരത്തിന്റെ രാസസൂത്രം. അങ്ങനെ ഇതിൽ ഏതോ ഒരു ബോക്സ്, കാര്യം ഞാനിത് കഴിഞ്ഞ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ ഒരു ബോക്സ് ഞാൻ അവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാസസൂത്രവും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്, തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പക്കാരമാകുമ്പോൾ അതെന്താണ്, അപ്പം സോഡിയം ബൈകാർബണേറ്റും അലക്കുകാരം സോഡിയം കാർബണേറ്റുമാണ്. ഇവിടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. അപ്പം എന്ന് എഴുതുമ്പോൾ 2 പായില്ലേ, അപ്പൊ എന്താണ്, ബൈകാർബണേറ്റ് ആണെന്ന്. മിക്കവർക്കും ഇത് സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റുമാണ് അപ്പക്കാരോ മലക്കുകാരോ എന്നറിയാം. പക്ഷെ അത് ഏതാണെന്നായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പം എന്ന് എഴുതുമ്പോൾ 2 പായുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ബൈകാർബണേറ്റ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്, ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്. അതേപോലെ ജസ്റ്റ് ഇതിന്റെ ഒരു സൂത്രവാക്യം കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച്, എന്താണ് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ NaCO3, സോഡിയം കാർബണേറ്റ് ആകുമ്പോൾ Na2CO3 10H2. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇതെന്തായാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, തുരിശ് കോപ്പർ സൾഫേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ അലക്കകാരം എന്താണ്, സോഡിയം കാർബണേറ്റ് ആണ്. ജിപ്സം ആണെങ്കിൽ കാൽസ്യം സൾഫേറ്റ് ആണ്. കണ്ടോ, ഇവിടെ എന്താണ്, ഇത് രണ്ടും കൂടി സെറ്റ് അല്ലേ, കറിയുപ്പും ഇന്ദുപ്പും. അതേപോലെ തുരിശും ജിപ്സവും എന്താണ്, കോപ്പർ സൾഫേറ്റും കാൽസ്യം സൾഫേറ്റും. അപ്പക്കാരവും മലക്കുകാരവും സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും കണക്റ്റഡ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നൊരു മറ്റൊരു കാര്യം ഈ അടുത്ത പരീക്ഷകളിലെ LGS ഈ 2 ലെവലല്ല, പക്ഷെ അതിന് മുന്നേ ഉള്ള 2024 പരീക്ഷകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ആസിഡും ആൽക്കലിയും. അപ്പൊ നമുക്കറിയാം 7 pH സ്കെയിലിന്റെ വാല്യൂ 7 ആണെങ്കിൽ അതിനെ നിർവീര്യം എന്നും, 7ൽ കൂടുതലാണെങ്കിൽ അതിനെ ബേസ് എന്നും, 7ൽ കുറവാണെങ്കിൽ അതിനെ ആസിഡ് എന്നും പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ pH സ്കെയിൽ എന്ന് പറയുന്നത്. ഈ pH സ്കെയിലിന്റെ ആരാണ് ഉണ്ടോ, ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൺ. അപ്പൊ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്, സോറൻസൺ. ഈ ഒരു പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താ, ഉരുളക്കിഴങ്ങിന്റെ pH, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനായിട്ടുള്ള വേണ്ട മണ്ണിന്റെ pH ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, അതായത് pH 5 മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അഭികാമ്യം. അപ്പൊ ഇത് ഞാനിപ്പോ പെട്ടെന്ന് കണ്ടപ്പോൾ വിട്ടതാണ്. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ pH വാല്യൂ എത്രയെന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
എന്താണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മണ്ണിന്റെ ഘടന എന്നിവയൊക്കെയാണ് കാർഷിക വിളകളെ സ്വാധീനിക്കുന്നത്. 6.5 മുതൽ 7.2 വരെയാണ് എന്താ മിക്ക വിളകൾക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH എന്ന് പറയുന്നത് 7 മുതൽ 8 വരെയാണ്. അപ്പൊ ചോദിക്കാം, ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH വാല്യൂ എത്ര? 7 to 8, 5 to 7, 9 to 10 അങ്ങനെയൊക്കെ പറഞ്ഞു തരാം. അപ്പൊ എത്രയാണ്? 7 മുതൽ 8 വരെയാണ് ക്യാരറ്റും ക്യാബേജിനും. അതേപോലെ ഉരുളക്കിഴങ്ങാണെങ്കിൽ എത്രയാണ്? 5 അടുത്ത pH വാല്യൂ ആണ് മണ്ണിന് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന കാസ്റ്റിക് സോഡ എന്നാണ്. അതിന്റെ രാസനാമം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, മിൽക്ക് ഓഫ് ലൈം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എല്ലാം എന്താണ്? ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് ആണെങ്കിൽ സോഡിയം, മിൽക്ക് ഓഫ് ലൈം ആണെങ്കിൽ കാൽഷ്യം, കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ അല്ലേ? അണ്ടേ, ഇതിവിടെ നമുക്ക് എളുപ്പമുണ്ട്. സോഡയിൽ കാസ്റ്റിക് സോഡയിൽ അവസാനിക്കുമ്പോൾ അത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷിൽ അവസാനിക്കുന്നതുകൊണ്ട് അത് എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പിന്നെ മിൽക്ക് ഓഫ് ലൈം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് രക്തപര്യന വ്യവസ്ഥ. 2 പരീക്ഷകളിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് രക്തപര്യന വ്യവസ്ഥയിൽ നിന്ന്. അതായത് നമ്മുടെ ആ ഒരു ധമനിയും സിരയും തമ്മിലുള്ള ആ ഒരു ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക. അപ്പൊ ഇത് നമുക്കൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് പറയാവുന്നതാണ്. രക്തപര്യന വ്യവസ്ഥ നിങ്ങളൊന്ന് വൃത്തിക്കൊന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. കാര്യം അതിൽ 2 പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരമാണ് നമുക്ക് വേണ്ടത്. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അപ്പൊ നമുക്കിവിടെ മനസ്സിലായി എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. ധമനി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്ന വിവിധ ശരീര ഭാഗങ്ങളിലേക്കാണ് എന്ത് കൊണ്ടുപോകുന്നത്? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഹൃദയത്തിന്റെ ഉള്ളിൽ പ്യൂരിഫൈ ചെയ്ത രക്തമാണ്. അപ്പൊ അത് ശുദ്ധരക്തമാണ്. പക്ഷേ ശ്വാസകോശ ധമനി എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് എല്ലാ ധമനികളും അല്ല, ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്നു. പക്ഷേ ശ്വാസകോശ ധമനി ഒഴികെയുള്ള ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്നു എന്ന് പഠിച്ചോ. അപ്പൊ ശ്വാസകോശ ധമനി എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. സിരകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. പക്ഷേ ശ്വാസകോശ സിര എന്താണ് ചെയ്യുന്നത്? അത് ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പൊ എക്സെപ്ഷണൽ കേസ് ആണ്. ശ്വാസകോശ ധമനിയും ശ്വാസകോശ സിരയും എന്താണ്? 2ഉം എക്സെപ്ഷൻ ആണ്. ധമനികൾ എന്താണ്? ശുദ്ധരക്തം വഹിക്കുന്നു. പക്ഷേ ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അപ്പൊ എന്താണ്? എല്ലാ ധമനികളും, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. എല്ലാ സിരകളും അല്ല, സിരകൾ അശുദ്ധരക്തമാണ് വഹിക്കുന്നത്. പക്ഷേ ശ്വാസകോശ സിര എന്താണ്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. എന്താ കൊറോണറി ധമനി എന്ന് പറഞ്ഞാൽ? ഹൃദയ പേശികളിലേക്ക് രക്തം എത്തിക്കുന്നത് എന്താണ്? ഈ പറയുന്ന കൊറോണറി ധമനിയാണ്. അപ്പൊ അതെന്തായിരിക്കണം? ഹൃദയപേശികളിലേക്ക് എത്തേണ്ട രക്തം എപ്പോഴും ശുദ്ധമായിരിക്കണ്ടേ. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റാണ്. ഇവിടെ പ്രസ്താവന 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. ഇവിടെ എന്താണ്? നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലായി. ഇത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്താണ്? ഒന്നുകിൽ 1ഉം 3ഉം വരാം, അല്ലെങ്കിൽ 1ഉം 4ഉം വരാം. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. 1ഉം 3ഉം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. പിന്നെ എന്താണ്? 1ഉം 4ഉം. അപ്പൊ എന്താണ്? ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാൻ 4 മാത്രമാണ് ഇവിടെ ശരി. കാര്യം നമുക്ക് 1 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ്? 4 മാത്രമാണ് ഇവിടെ. നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. കണ്ടോ? ഇനി എന്താണ് ജസ്റ്റ് സിരയും ധമനിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നതാണ് എന്ത്? സിര എന്ന് പറയുന്നത്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ ഭിത്തിയായിരിക്കും. ഓക്കെ, അതേപോലെ ഉള്ളിൽ വാൽവുകൾ ഉണ്ടാകും. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. കാര്യം നമുക്ക് എന്താണ്? പല ശരീരഭാഗങ്ങളിൽ നിന്നും പതുക്കെ ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയാൽ മതി. പക്ഷെ ധമനി എന്ന് പറയുമ്പോൾ എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം. അപ്പൊ ഇവിടെ നല്ല പ്രഷർ വേണം. നല്ല മർദ്ദത്തിലാണെങ്കിൽ അത് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താണ്? ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഇത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ധമനിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത്, അല്ലെങ്കിൽ സിരയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എന്താണ്?
ഇലാസ്റ്റികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയായിരിക്കും. കാര്യം എന്തായിരിക്കണം കനം കൂടാൻ കാരണം? അവിടെ നല്ല മർദ്ദത്തിലാണ് ആ ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് ബ്ലഡ് പോകുക എന്ന് പറഞ്ഞാൽ നല്ല മർദ്ദത്തിലായിരിക്കും. അപ്പൊ അവിടെ കട്ടി കുറഞ്ഞ് ഒട്ടും ഇലാസ്റ്റികത ഇല്ലാത്താണെങ്കിൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ധമനി എന്ന് പറയുന്നത് കനം കൂടിയ ഭിത്തിയായിരിക്കും, ഇലാസ്റ്റികതയുള്ള ഭിത്തിയായിരിക്കും. ഓക്കെ, ഇനിയാണ് എന്താണ് ലോമികകൾ അഥവാ കാപ്പിലറീസ് എന്ന് പറയുന്നത്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നമുക്ക് ധമനി സിര ഉണ്ടെന്നറിയാം. അപ്പൊ എന്താണ് ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലോമികകൾ എന്ന. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ഒഴുകുന്നത്. അപ്പൊ ഇത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ബോക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ നിന്ന് പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അതേപോലെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? അത് അശുദ്ധ രക്തമാണ് അല്ലെ. ഹൃദയത്തിലേക്ക് രക്തം സാധാരണയായി എത്തിക്കുന്നത് നമ്മുടെ സിരകളാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇതാണ് നമ്മുടെ പോർട്ടൽ സിരയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നതും എന്താണ്? ഈ പറയുന്ന പോർട്ടൽ സിരയാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? പ്രസ്താവന 1ഉം 4ഉമാണ് നമുക്കിവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് നമുക്ക്, സോറി 1ഉം 4അല്ല 2ഉം 4. ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് നമുക്കിവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം പോർട്ടൽ സിര. കണ്ടോ, ഇതാണ് പോർട്ടൽ സിര. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിര. അപ്പൊ ഹൃദയത്തിലേക്ക് നേരിട്ടല്ല രക്തം എത്തിക്കുന്നത്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതല്ലാന്ന് മനസ്സിലായില്ലേ? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്കാണ് രക്തത്തെ വഹിക്കുന്നത്. ഇത്തരം സിരകളെ പറയുന്ന പേരാണ് പോർട്ടൽ സിര. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരളിലെത്തിക്കുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ, ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരളിലെത്തിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. നോക്കാം, കണ്ടോ മഹാസിര എന്താണ്? കരളിൽ നിന്നും പോഷകങ്ങളടങ്ങിയ രക്തത്തെ ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തിക്കുന്നു. ഇനി എന്താണ്? പോർട്ടൽ സിര എന്താ വ്യത്യാസം? പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തിക്കുന്നു. ഇതെല്ലായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ്. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ഇവിടെ ശരിയാണ്. ഇനി ചെറു ലിംഫ് വാഹികളിൽ നിന്നും വലിയ ലിംഫ് വാഹികളിലേക്ക് ഹൃദയം എത്തിക്കുന്ന പോഷകഘടകങ്ങൾ വില്ലസിലൂടെ ലാക്റ്റിയയിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഈ ഹെപ്പാറ്റിക് സിരയും അതേപോലെ പോർട്ടൽ സിരയും തമ്മിലാണ്. ഓക്കെ, പോർട്ടൽ സിര എന്ന് പറയുന്നത് എന്താണ്? പോർട്ടൽ സിരയ്ക്ക് ഒരു ഉദാഹരണമാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റയാണ് എന്തെന്ന് പറയുന്നത്? തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലാണ്. ഞാൻ അല്ലാതെ ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോന്ന് അറിയില്ല, ഞാൻ നോക്കിയെടുത്തൊന്നും കണ്ടില്ല. പക്ഷെ ഇത് എവിടെ നിന്നാണ്? നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലാണ് ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഞാൻ കണ്ടത്. നോക്കാം നമുക്ക്. സമീപത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാളിയാണ് മിഡിൽ ലമല്ല. ഇത് പ്രധാനമായും കാൽസ്യം പെക്റ്റേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമീപ കോശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കോശഭിത്തിക്കും മിഡിൽ ലമല്ലയ്ക്കും കുറുകെ കോശദ്രവ്യം ഒരു പാലം പോലെ കാണപ്പെടുന്നു. ഇതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് ജസ്റ്റ് കോശഭിത്തിയെ പറ്റി നമുക്ക് എന്താണ്, നമുക്ക് കോശഭിത്തി എന്ന് മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നത്. അതിന് ഇത്തിരി കൂടി ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതിലാണ് ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണത്? അത് നെഗ്ലേറിയ ഫൗലേറി എന്നുള്ളതാണ്. ഇത് ശരിക്കും നമുക്കിവിടെ ഒരു കറണ്ട് അഫെയർ ആയിട്ടാണ് അവർ ചോദിച്ചത്. കാര്യം നമുക്കറിയാം 2024 ജൂലൈയില് നമുക്ക് എന്താണ് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ അമീബിക് ജ്വരം എന്നൊക്കെ പറഞ്ഞ് തലച്ചോറ് തിന്നുന്ന അമീബ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായിരുന്നു മലപ്പുറത്ത് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആദ്യമായിട്ടൊരു കേസ് അല്ലെ, ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് എന്താ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞു. ആ അസുഖത്തിന്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൗലേറിയ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് പറയുന്നതാണ്. ശരിക്കും ആ ഒരു കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് എന്താ? പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പെരികാർഡിയം? അപ്പൊ നോക്കാം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് എന്ത്? ഡയഫ്രം.
ശ്വസനിക, ശ്വസനിയുടെ ശാഖയാണ്. ആൽവിയോലസിലേക്ക് തുറക്കുന്നതാണ് ബ്രോങ്കിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൽവിയോലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്റ്റികതയുള്ള അതിലോല സ്തര അറകളാണ് ആൽവിയോലസ് എന്ന് പറയുന്നത്. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. 2 ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോലസുകളുണ്ട്. ആൽവിയോലസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പൊ പ്ലൂറ എന്താണ്? നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന ഭിത്തിയാണ് എന്ത്? ഡയഫ്രം. എന്താണ് പെരികാർഡിയം? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് എന്ത്? പെരികാർഡിയം എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവമുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് എന്താണ്? ഈ പറയുന്ന പെരികാർഡിയവും പെരികാർഡിയൽ ദ്രവവും ഒക്കെയാണ്. നോക്ക്, ഇനി എന്താണ് കൺജങ്ക്റ്റൈവ എന്നാണ് പറയുന്നത്. കൺജങ്ക്റ്റൈവയും കൂടി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ലേ? കൺജങ്ക്റ്റൈവ എന്താണ്? ഉണ്ടോ? ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണി ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഉണ്ടോ? കോർണി ഒഴികെയുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ട പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? കോർണിയ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് കോർണിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ശരിയാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ശരിയാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്ന ഭാഗം ഇതെന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ആൻസർ വരേണ്ട ഓപ്ഷൻ സി ആണ്. ശരിക്കും ജലവും ചെറുകുടൽ ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഭാഗവും ജലം എവിടെയാണ്? വൻകുടലിലാണ്. ലവണങ്ങളും എവിടെയാണ്? വൻകുടലിലാണ്. നോക്കാം ചെറുകുടലും വൻകുടലും. ഇതും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. നോക്കാം എന്താന്ന്. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസ് വിവിധ ഹൈഡ്രേസുകൾ, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായി നടക്കുന്ന ചെറുകുടലിൽ വെച്ചാണ്. കണ്ടോ, ഇവിടെയും നമുക്ക് എന്താ ജലം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് നോക്കാം വൻകുടലിന് എന്താണ്? ദഹന വിധേയമാക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ലവണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ ആൻസർ തന്നിരുന്നതും എന്താണ്? 1 ഉം 2 ആണ്. ഇനി ഇവിടെയുള്ള ചില ബാക്ടീരിയകളാണ് വിറ്റാമിൻ കെയും വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് വൻകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ കെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ഇതാണ് വൻകുടലും ചെറുകുടലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? വൈറ്റമിൻ എ ആണ്. നമുക്കറിയാം കണ്ണുമായി ബന്ധപ്പെട്ട് വൈറ്റമിൻ എ ആണ്. അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഈ 2 പരീക്ഷകളിലുമായിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ്, 3-4 ക്വസ്റ്റ്യൻസ് വിറ്റാമിൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? വിറ്റാമിൻസ് എന്ന ഭാഗം എന്ത് ചെയ്യുക? നല്ല ഒന്ന് വായിച്ച് എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച്, നിങ്ങൾ എന്തായാലും എല്ലാം പഠിച്ചിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ആ വൈറ്റമിൻസ് ഒന്ന് പരിഗണന കൊടുക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. ജസ്റ്റ് ആ കണ്ണിന്റെ അസുഖങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കാം. നിശാന്തത എന്താണ്? കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. അപ്പൊ റെറ്റിനാൽ എവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത്? ചോദിക്കാം. കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ എവിടെ നിന്ന് രൂപം കൊള്ളുന്നു? എവിടെ നിന്നാണ്? വൈറ്റമിൻ എയിൽ നിന്നാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് എന്ത്? നിശാന്തത. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക് കൂടി പഠിക്കണം. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നിശാന്തതയുടെ കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സിറോഫ്താൽമിയ. കണ്ടോ, നിശാന്തതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും വൈറ്റമിൻ എ തന്നെയാണ് റീസൺ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്നു. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ ഏതാണ്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്തതാണ് വർണ്ണാന്തത. എന്താണ്? കണ്ടോ, ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക്
ചുവപ്പും പച്ചയും നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. നീല കാണാൻ പറ്റും, നമുക്കറിയാം പ്രാഥമിക വർണ്ണങ്ങളാണ് ചുവപ്പ്, പച്ച, നീല എന്ന് പറയുന്നത്. അതിൽ ചുവപ്പും പച്ചയും അവർക്ക് വ്യക്തമാവില്ല, അതിനെയാണ് വർണ്ണാന്തത, വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. ഓക്കെ, അടുത്താണ് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ഒരു ദ്രവമാണ് എന്ത്, അക്വസ് ദ്രവം. പഠിച്ചു വെക്കുക, കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുകയും റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് എന്ത്, ഗ്ലോക്കോമ. അപ്പൊ ചോദിക്കാം, കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിമിരം. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് എന്ത്, തിമിരം എന്ന് പറയുന്നത്. ചെങ്കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത്, ചെങ്കണ്ണ്. അപ്പൊ ചെങ്കണ്ണ് കണ്ണിന്റെ ഏത് ഭാഗത്താണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന ഒരു അണുബാധയാണ്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻസിൽ താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതാണ്, വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായുള്ളത്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം B12 ആണെങ്കിൽ അത് പെർനീഷ്യസ് അനീമിയാണ്. സ്കർവി ഏതാണ്, വൈറ്റമിൻ സി ആണ്. വന്ധ്യത ഏതാണ്, വൈറ്റമിൻ ഇ ആണ്. നിശാന്തത ഏതാണ്, വൈറ്റമിൻ എ ആണ്. ഇനി B12 പറഞ്ഞില്ലേ, B3 എന്താണ്, B3 എന്ന് പറഞ്ഞാൽ അത് B3 പെല്ലഗ്ര ആണ്. B3യുടെ അസുഖമാണ് പെല്ലഗ്ര. B1 ആണെങ്കിൽ അതിനെ ബെറി എന്ന് പറയും. B9 ആണെങ്കിൽ അതിനെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. അങ്ങനെ കുറച്ച് അസുഖങ്ങളുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കാം, മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്, ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം. അപ്പൊ ക്ഷയം എന്താണ്, ക്ഷയം ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ, ക്ഷയം ബാക്ടീരിയ ആണ്. എലിപ്പനി എന്താണ്, എലിപ്പനിയും ഒരു ബാക്ടീരിയ ആണ്. എയ്ഡ്സ് എന്താണ്, എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വൈറസ് ഡിസീസ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന പ്രോട്ടോസോവ രോഗമാണ്. കണ്ടോ, ഏകകോശ യൂക്കാരിയോട്ടുകളാണ് എന്തെന്നറിയപ്പെടുന്നത്, പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. കണ്ടോ, അതിന്റെ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. അനോഫിലിസ് പെൺകൊതുകുകളാണ് അതിനെ വഹിക്കുന്നത്. ആതിഥേയ ജീവി എവിടെയാണ്, മനുഷ്യരാണ്. അപ്പൊ അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്നതാണ് എന്ത്, മലമ്പനി എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ, വൈറസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കോളറ എന്താണ്, കോളറ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. എന്താണ് അതിന്റെ പേര്, വിബ്രിയോ കോളറ. കുഷ്ഠം എന്താണ്, കുഷ്ഠം മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്നതാണ് എന്ത്, ഈ പറയുന്ന കുഷ്ഠം. ട്യൂബർകുലോസിസ് എന്താണ്, അതും ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയും. ചിക്കൻ ബോക്സ് ആണ് ഇവിടെ എന്തെന്ന്, വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ഇത് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ചിക്കൻ ബോക്സിന്റെ എതിരെയുള്ള വാക്സിൻ ആണ്, വാരിസെല്ല വാക്സിൻ. അതാണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, ക്വാഷിയോർക്കർ ആണ് മാംസത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി, വില്ലൻ ചുമ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർട്ടൂസിസ് എന്ന് പറയും. നമുക്കറിയാം DPT വാക്സിൻ എന്താണ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഈ പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വില്ലൻ ചുമ. അപ്പൊ എന്തായിരിക്കും പറയുന്ന ബോർട്ടെല്ല പെർട്ടൂസിസ്, അതാണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്ത്, ഫൈബ്രിനോജൻ. നോക്കാം, കണ്ട പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്, ജലമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ മറ്റു ഘടകങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എന്താണ് പ്രോട്ടീൻ, എന്തൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീനുകളാണ്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പൊ എന്താണ് ആൽബുമിൻ, രക്തസമ്മർദ്ദം ക്രമീകരിക്കാനുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്ത്, ആൽബുമിൻ. അപ്പൊ പഠിച്ചു വെക്കാം, രക്തസമ്മർദ്ദം ആൽബുമിൻ, രോഗപ്രതിരോധം ഗ്ലോബുലിൻ, രക്തം കട്ടപിടിക്കാൻ ഫൈബ്രിനോജൻ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അത് ഇനി എന്ത് വേണമെങ്കിലും ചോദിക്കാം. രക്തസമ്മർദ്ദം ആൽബുമിൻ, രോഗപ്രതിരോധം ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്താണ്, നമ്മുടെ രക്തം കട്ടപിടിക്കാനാണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, EEG. BCG നമുക്കറിയാം വാക്സിൻ ആണെന്ന്. ECG എന്താണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. നോക്കാം, EEG എന്താണ് ഫുൾ ഫോം, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഫുൾ ഫോം ആണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. പഠിക്കുക, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് EEG ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയപേശികളെ
പേശിയിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ അൾട്രാസൗണ്ട് സ്കാൻ എന്തിനാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ. CT സ്കാൻ എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എന്ന് പഠിച്ചു വെക്കണേ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യമെടുക്കാൻ. അതേപോലെ തന്നെയാണ് MRI സ്കാനർ. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യം ലഭ്യമാക്കാനാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് എന്ത്? രാസോർജം എന്ന് പറയുന്നത്. രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഊർജ്ജം. ഊർജ്ജം എന്ന് പറയുന്നത് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ SCRT നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട് ഊർജ്ജവുമായി ബന്ധപ്പെട്ട്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് എന്ത്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കണ്ടോ? വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഫാൻ എന്താണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടി എന്താണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബ് എന്താണ്? വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു പദാർത്ഥങ്ങളിൽ കാണുന്ന എന്താണ്? രാസോർജ്ജമാണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജ്ജം. സ്ഥാനം സ്ഥിതികോർജ്ജം. U=mgh എന്ന് പറയും. ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം. അതായത് എന്താണ്? 12 mv². ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചലനം കൊണ്ട് ഗതികോർജ്ജവും സ്ഥാനം കൊണ്ട് എന്താണ്? സ്ഥിതികോർജ്ജവുമാണ്. മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓക്കെ, അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന. ഈ ക്വസ്റ്റ്യൻ ഇതിങ്ങനെ തന്നെ ഓപ്ഷൻ പോലും മാറ്റാണ്ട് ഇതിന് മുന്നത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ PYQസിന്റെ ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ ചെയ്തതെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിങ്ങനെ തന്നെ ആ ക്വസ്റ്റ്യൻ അതിനുള്ളിൽ കിടപ്പുണ്ട്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ. ഇത് നേരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണെന്ന്. പക്ഷെ ഇത് 2000 ആണ്. ഒരു 0 കുറവുണ്ടല്ലേ? 20,000 ഹെർട്സ് വരെയാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ B 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഉണ്ടാ? കേൾക്കാൻ കഴിയുന്ന ശബ്ദപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സും കൂടിയ പരിധി എന്ന് പറയുന്നത് 20,000 ഹെർട്സുമാണ്. അതിൽ നോക്കാം, 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്ന് പറയുന്നു. ഗാൾട്ടൺ വിസിൽ 30,000 ഹെർട്സ് ആണ്. അപ്പൊ അതെന്താണ്? അൾട്രാസോണിക് ആണ്. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായകൾക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. കാര്യം നായയുടെ ശബ്ദപരിധി എന്ന് പറയുന്നത് നമ്മുടേതുപോലെയല്ല, കൂടുതലാണ്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്? ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. കഴിഞ്ഞ LD എറണാകുളത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശബ്ദരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക് അൾട്രാസോണിക് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. അൾട്രാസോണിക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കടലിന്റെ ആഴം അളക്കാനുള്ള സോണാർ. എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാറിൽ ഉപയോഗിക്കുന്ന എന്താണ്? അൾട്രാസോണിക് ആണ്. എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളും ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ്? എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? JJ തോംസൺ എന്തായിരുന്നു കണ്ടെത്തിയത്? നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? പെൻ, RTC. പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ്. ഇലക്ട്രോൺ ആരാണ്? തോംസൺ. ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക്. അപ്പൊ ഇവിടെ ഏതാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇത് പരീക്ഷയ്ക്ക് ഇതിനു മുന്നേ ഇതേപോലെ തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻസും അതായത് ഈ രണ്ട് LGSന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസിനും 10th പ്രിലിംസിനാണോ LDC മെയിൻസിനാണോ എന്നറിയില്ല, 2 ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. PYQs ഒത്തിരി കയറി വരുന്നുണ്ട്. എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഫാക്ട്സും ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ PYQs മാക്സിമം ചെയ്ത് നോക്കുക. സയൻസിനൊക്കെ മാർക്ക് കിട്ടാനായിട്ട് SCRT നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. നമുക്കറിയാം എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതും തെറ്റാണ്. നമുക്ക് ഓപ്ഷൻ A 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. കാണിച്ചു തരാം ഫാക്ട്സ്. ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് എന്തൊക്കെ സവിശേഷതകളാണെന്ന്? എല്ലാ ധാതുക്കളും അയിരുകളാണ്.
ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. എല്ലാ ധാതുക്കളും അയിരുകളല്ല, പക്ഷെ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാവുന്നതാണ്. 2ഉം 3ഉം ആണ് ഇവിടെ. ഓപ്ഷൻ ഡി ആണ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെയായിരിക്കണം പ്രത്യേകതകൾ? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാവണം, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ലോഹത്തിന്റെ അയിരെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് ധാതു എന്ന് പറയാൻ. പക്ഷെ അപ്പൊ എന്താണ്? എല്ലാ ധാതുക്കളും എന്താണ്? അയിരുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തിരിച്ചെന്താണ്? എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. കണ്ടോ? എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. കണ്ടോ? എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല. ഓക്കെ, ഇനിയാണ് അലൂമിനിയത്തിന്റെ അയിരാണ് എന്താ? ബോക്സൈറ്റ്. അയൺ ആണെങ്കിൽ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈററ്റൈസും കുപ്രൈറ്റുമാണ്. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡും കലാമിൻ. ഇവിടെ സിങ്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ കലാമിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, കാരണം ഇത് നമുക്ക് കിട്ടും. കോപ്പർ പിന്നെയും കുഴപ്പമില്ല, കോപ്പർ പൈററ്റൈസും കുപ്രൈറ്റും രണ്ടും ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വേണം പോകാനായിട്ട്, കാര്യം ഇത് ആ ഒരു സെക്ഷനിൽ തന്നെ ചോദിക്കുന്നതാണ്. അതായത് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നത് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അഥവാ അതായത് സാന്ദ്രണ രീതിയാണ്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള സാന്ദ്രണ രീതികളാണ്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ എന്ത് ചെയ്യും? ജലം കുറഞ്ഞ അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? മേളിലോട്ട് പൊങ്ങിക്കിടക്കും അല്ലെ? അതിനങ്ങ് മാറ്റി അങ്ങ് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതാണ്, അതായത് ഓക്സൈഡ് അരികളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന എന്താണ്? ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. അതാണ് പഠിക്കേണ്ടത്. സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. നെക്സ്റ്റ് ആണ് എന്താ? പ്ലവന പ്രക്രിയ. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പ്ലവന പ്രക്രിയ. അതായത് അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഉപയോഗിക്കുന്ന രീതി ഏത്? സാന്ദ്രണ രീതി ഏത്? എന്താണ്? പ്ലവന പ്രക്രിയയാണ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് എന്ത്? പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കാന്തിക വിഭജനം. അപ്പൊ നമുക്കറിയാം കാന്തിക വിഭജനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിന് എന്താണ്? കാന്തത്തിന്റെ അതായത് ഇരുമ്പിന്റെ ആ ഒരു സ്വഭാവം ഉണ്ടാകണം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാനായിട്ടാണ് ഈ മാർഗം ഉപയോഗിക്കുന്നത്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. എന്താണ്? മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ. അതേപോലെ ടിന്നിന്റെ അയിരാണ് എന്താ? ടിൻ സ്റ്റോൺ. അതെന്താണ്? കാന്തികമല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള അപദ്രവ്യം എന്താണ്? അയൺ കണ്ടന്റ് അല്ലേ? അപ്പൊ അതെന്താണ്? ആ ഒരു രീതി അതിനും എന്ത് ചെയ്യുന്നുണ്ട്? കാന്തിക വിഭജനം എന്ന രീതി ഉപയോഗിച്ചിട്ടാണ് സാന്ദ്രണം ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ലീച്ചിങ്. ഇത് എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ്? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി എന്താണ്? ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുകയും അരിച്ചു കിട്ടിയ ലായനിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിരിനെ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഇതാണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏത്? ലീച്ചിങ്. അതേപോലെ പ്ലവന പ്രക്രിയ, മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വിഭജനം എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പൊ എന്താണ്? ലീച്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN അല്ലെ? റെഡ് ഡാറ്റ ബുക്ക്. വിവിധ രാജ്യങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് എന്താ? IUCN. ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCN-ന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ റെഡ് ഡാറ്റ ബുക്കും തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ സംഘടന ചോദിക്കുമ്പോൾ അത് ഏതാണ്? IUCN ആണ്. ജസ്റ്റ് ഇതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇവിടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിശബ്ദ വസന്തം, റേച്ചൽ കാഴ്സൺ ആണ്, DDTക്കെതിരെയാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്ക്, അതായത് അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് എന്നാണ് ഈ പുസ്തകമാണ്. അത് ഏത് വർഷമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. 1972 അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DDT നിർത്തലാക്കുന്നത്. അപ്പൊ എന്താണ്? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? റേച്ചൽ കാഴ്സന്റെ ബുക്കാണ്. എന്തിനെ പറ്റിയാണ്? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റിയാണ് റേച്ചൽ കാഴ്സൺ എന്ന ആ ഒരു ഗവേഷക എന്ത് ചെയ്യുന്നുണ്ട്? പുസ്തകം എഴുതുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ
ഉണ്ടോ? ഇൻസെക്ട് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങൾ വ്യാപകമായി സ്പ്രേ ചെയ്തതിനോടൊപ്പം ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളോടും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം റേച്ചൽ കാഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ ഒരു പുസ്തകത്തിന്റെ ഇതിലാണ് എന്ത് ചെയ്യുന്നത്? 72 അമേരിക്ക എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ DDT നിർത്തലാക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ DDT നിർത്തലാക്കിയത് എന്നാണ്? 1972 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് എന്ത്? ഹൃദ്രോഗം. ജീവിതശൈലി രോഗങ്ങളെ പറ്റി 2 പരീക്ഷകളിലുമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമുക്ക്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണെന്ത്? അമൃതം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണശീലം തന്നെയാണ്. ഉണ്ടോ? അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. എന്തൊക്കെയാണ്? വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കാരണങ്ങളാവുന്നുണ്ട്. പ്രമേഹം എന്താണ്? ഇൻസുലിന്റെ കുറവ് മൂലവും പ്രവർത്തന വൈകല്യം മൂലവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടി. അതേപോലെ തന്നെ എന്താണ്? പക്ഷാഘാതം, മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം. അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ഹൃദയാഘാതം, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികൾ കൊഴുപ്പടിച്ച് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? നമുക്കറിയാം COVID-19 എന്താണ്? വൈറസ് ആണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള മാരക അസുഖങ്ങളാണെങ്കിൽ അത് ഏതാണ്? താലോലം പദ്ധതിയാണ്. ചിക്കൻ ബോക്സിന്റെ പ്രതിരോധ വാക്സിൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? വാരിസെല്ല വാക്സിൻ ആണ് ചിക്കൻ ബോക്സിനുള്ളത്. ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്കിനി അടുത്ത അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അടുത്ത പരീക്ഷ ഇനിയിപ്പോ നമുക്കറിയാം 30-ാം തീയതി പരീക്ഷയുണ്ട്, 7-ാം തീയതി ഉണ്ട്. നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പഠിച്ച് നിങ്ങൾ പരീക്ഷയുടെ പാടാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, എല്ലാവർക്കും അതേപോലെ പാടാണ്. അപ്പൊ കൂടുതൽ നെഗറ്റീവ് വരുത്താതിരിക്കുക. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഓരോ മാർക്കിനും എത്ര വിലയുണ്ടെന്ന് നമുക്കൊരു പരീക്ഷ കഴിഞ്ഞ് അവർ റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പൊ അത് മാർക്കും കൂടി അറിയാൻ നമുക്ക് അപ്പം മനസ്സിലാകും ആ ഓരോ മാർക്കിന്റെയും വില എന്താന്നുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്